നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഏപ്രിൽ 11 വെള്ളി. പഞ്ചായത്ത് സേവനങ്ങളും ഇനി ഓൺലൈനിൽ. കെ സ്മാർട്ട് വിന്യാസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലഭിക്കുക 900-ലധികം സേവനങ്ങൾ. കേന്ദ്ര സർക്കാർ കണ്ണു തുറക്കണം, വായ്പ എഴുതിത്തള്ളണമെന്ന് വീണ്ടും ഹൈക്കോടതി. കേന്ദ്രം വിവേചനാധികാരം കാട്ടണമെന്ന് ഇടക്കാല ഉത്തരവ്. കേരള ബാങ്ക് എഴുതിത്തള്ളിയത് കാണണം, മറ്റു ബാങ്കുകൾ എഴുതിത്തള്ളേണ്ടത് വലിയ തുകയല്ലല്ലോ എന്നും കോടതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. സി കേശവൻ സ്മാരക ടൗൺ ഹാളിൽ കൊല്ലം പൗരാവലി സംഘടിപ്പിച്ച സ്വീകരണ വേദിയിലേക്ക് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ ആനയിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം 774 പ്രദേശവാസികൾക്ക് നിയമനം നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ പ്രാദേശികമായി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പാക്കിയതായി തുറമുഖ മന്ത്രി VN വാസവൻ. 744 പേർക്ക് നിയമനം ലഭിച്ചു. അതിൽ 69% കേരളീയരാണ്. നിയമനം കിട്ടിയ 534 കേരളീയരിൽ 453 പേർ തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ്. അതിൽ വിഴിഞ്ഞ നിവാസികളായ 286 പേരുണ്ട്. തൊഴിൽ ലഭിച്ചവരിൽ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും ഉണ്ട്. കേരള സർവകലാശാല യൂണിയൻ SFIക്ക് 7-ൽ 6 നേടി ഉജ്ജ്വല വിജയം. ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി, 2 വൈസ് ചെയർപേഴ്സൺ, 2 ജോയിന്റ് സെക്രട്ടറി വിജയിച്ചു. UDF ഭരണസമിതിയുടെ ഒത്താശ. പേരയത്ത് അനധികൃത ഇറച്ചി വ്യാപാരം. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ ജയചന്ദ്രൻ സ്വീകരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി സാംസ്കാരിക കൂട്ടായ്മ. ജനാധിപത്യത്തെ ആഘോഷിച്ച് പ്രതിരോധം തീർക്കും. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സാംസ്കാരിക പ്രവർത്തകർ പ്രതിരോധം തീർക്കുന്നത്. സംസ്ഥാനത്തുടനീളം 3 മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ സാംസ്കാരിക പരിപാടികൾ. M. മുകുന്ദ ചെയർമാനും അശോകൻ ചെരുവിൽ ജനറൽ കൺവീനറുമായി കമ്മിറ്റിക്ക് രൂപം നൽകി. തദ്ദേശ സേവനങ്ങൾ ഇനി 24x7 സെക്കൻഡുകൾ മാത്രം. ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് മന്ത്രിയുടെ വാട്സപ്പിൽ. കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നിലപാട്. എത്ര നാൾ സഹിക്കണം ദുരന്തബാധിതർ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ഹൈക്കോടതിയുടെയും സംസ്ഥാനത്തിൻ്റെയും ആവശ്യം ചെവിക്കൊള്ളാതെ കേന്ദ്രം സഹായം ഉടൻ പ്രഖ്യാപിക്കണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ട ഹൈക്കോടതി വ്യാഴാഴ്ച അതിരൂക്ഷമായി വിമർശിച്ചിട്ടും നുണ പ്രചരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ആശമാർക്ക് വേണ്ടി SUCI ഡൽഹിയിൽ പോകാത്തതുണ്ട്. ആശാ വർക്കർമാരുടെ പേരിൽ SUCI നടത്തുന്ന സമരത്തിന്റെ ലക്ഷ്യം വ്യക്തമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണൻ പറഞ്ഞു. തൃശൂർ പൂരം വെടിക്കെട്ടിന് ഇളവ് അനുവദിക്കാതെ കേന്ദ്രം. ദേശാഭിമാനി എഡിറ്റോറിയൽ. അമേരിക്കൻ പ്രതിസന്ധിയും ട്രംപിന്റെ ജൽപ്പനങ്ങളും. അസമത്വവും അനീതിയും നിറഞ്ഞ അസന്തുലിതമായ ആഗോളവൽക്കരണത്തിലാണ് നാം ജീവിക്കുന്നത്. ധനമൂലധന ശക്തികൾക്ക് മാത്രം ഗുണകരമായ ഈ സാമ്രാജ്യത്വ ആഗോളവൽക്കരണം അതിൻ്റെ ഉറവിടമായ അമേരിക്കയിൽ തന്നെ പ്രതിസന്ധി നേരിടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജൽപ്പനങ്ങളും തീരുമാനങ്ങളും ഇതിൻ്റെ തെളിവാണ്. നവ ഉദാരവാദികളുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി
കടുത്ത സംരക്ഷണവാദമാണ് ട്രംപ് ഉയർത്തത്. അമേരിക്കൻ വിപണിയിൽ വിദേശ ചരക്കുകളും സേവനങ്ങളും എത്തുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. അമേരിക്ക നേരിടുന്ന സാമ്പത്തിക ഞെരുക്കവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ അതാണ് വഴിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റുകാർ മതവിശ്വാസത്തിന് എതിരല്ല. ചൂഷണ വ്യവസ്ഥ ലോകത്ത് സൃഷ്ടിക്കുന്ന യുദ്ധങ്ങളും വംശീയ ഹത്യയും ഉക്രൈനിലും ഗാസയിലും നാം കാണുകയാണ്. അമിത ലാഭത്തിനായി ആർത്തി പിടിച്ച് പ്രകൃതി വിഭവങ്ങളെ അശാസ്ത്രീയമായി കൊള്ളയടിച്ച് ഭൂമിയെ ആസന്ന മൃത്യുവിലേക്ക് തള്ളിവിടുന്നത് മുതലാളിത്ത നയങ്ങളാണ്. ഇതിന് നേർവിപരീതമായി സമത്വപൂർണമായ സമൂഹം കെട്ടിപ്പടുക്കാൻ പല വഴികളിലൂടെ അന്വേഷണം നടത്തുന്ന രാഷ്ട്രങ്ങളിൽ പാർക്കുന്നവർ ആഗോള ജനസംഖ്യയുടെ 25% വരുമെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് മുതലാളിത്ത ദുരിതത്തിന് അറുതി വരുത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ ലോക സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നവർക്കുണ്ട്. അനധികൃത നിയമനം മമതയ്ക്കെതിരെ ബംഗാളിൽ വ്യാപക പ്രതിഷേധം. വഖഫ് ഭേദഗതി നിയമം NDA സഖ്യകക്ഷി സുപ്രീം കോടതിയിൽ. വഖഫ് സ്വത്തുക്കൾ ഏകപക്ഷീയമായി പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണെന്ന് മണിപ്പൂരിലെ NPP MLA. കേന്ദ്രത്തെ നിർത്തിപ്പൊരിച്ച് സുപ്രീം കോടതി. നിങ്ങൾക്കും പേരക്കുട്ടികളില്ലേ? ഭക്ഷണ സാധനങ്ങളിലെ പോഷക വിവരങ്ങൾ കവറിന് പുറത്ത് രേഖപ്പെടുത്തണം. പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് തുടങ്ങിയവയുടെ അളവ് വ്യക്തമായി പ്രദർശിപ്പിക്കണം. 3 മാസത്തിനകം നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി. ബലാത്സംഗ കേസിൽ അലഹബാദ് ഹൈക്കോടതി കുഴപ്പം പെൺകുട്ടി സ്വയം ക്ഷണിച്ചു വരുത്തിയത്. പീഡിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം പെൺകുട്ടി സ്വയം ഉണ്ടാക്കിയതാണെന്ന് നിരീക്ഷിച്ച് ബലാത്സംഗ കേസിൽ ജയിലിലുള്ള പ്രതിക്ക് ജാമ്യം നൽകി അലഹബാദ് ഹൈക്കോടതി. ആർത്തവത്തിന്റെ പേരിൽ ക്ലാസിന് പുറത്തിരുത്തി പരീക്ഷ എഴുതിച്ചു. വിവേചനം ദളിത് പെൺകുട്ടിക്ക്. തമിഴ്നാട്ടിലെ സ്വകാര്യ സ്കൂളിൽ ആർത്തവത്തിന്റെ പേരിൽ ദളിത് പെൺകുട്ടിയെ ക്ലാസിന് പുറത്തിരുത്തി പരീക്ഷ എഴുതിച്ചു. കോയമ്പത്തൂരിലെ സെങ്കുട്ടൈപ്പാളയം സ്വാമി ചിത്ഭവാനന്ദ മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സുകാരിക്കാണ് വിവേചനം നേരിട്ടത്. ക്ലാസ് മുറിക്ക് പുറത്ത് പടിയിലിരുന്ന് പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചു. 10 കോടിയുടെ തിമിംഗല വിസർജ്യവുമായി 10 പേർ കൂടി കുടകിൽ അറസ്റ്റിൽ. കിഫ്ബി 519 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. കിഫ്ബി ധനസഹായത്തോടെ ഭരണാനുമതി നൽകിയ 971 സ്കൂൾ കെട്ടിടങ്ങളിൽ 519 പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി. കൈപിടിച്ച് നടത്തിയ വിക്രമനെ ചേർത്ത് പിടിച്ച് MA ബേബി. കഴുത്തിൽ ഷാളണിയിച്ച് വിക്രമൻ സഖാവിനെ MA ബേബി ചേർത്ത് പിടിച്ചപ്പോൾ പഴയ ലോക്കൽ സെക്രട്ടറിയുടെ കണ്ണുകൾ ഈറനായി. സംഘടനയുടെ ആദ്യ പടവിലേക്ക് താൻ കൈപിടിച്ച് കയറ്റിയ വിദ്യാർത്ഥി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി വീട്ടിൽ വന്ന് കൈപിടിച്ചപ്പോൾ സമര ഓർമ്മകളുടെ തിരയിളക്കത്തിൽ വിക്രമന്റെ വാക്കുകൾ മുറിഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മോദി സർക്കാർ വഷളാക്കി. MA ബേബി. ജാതി വിഭാഗങ്ങളെ സ്വത്വബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുത്വ സ്വത്വത്തിലേക്ക് എത്തിക്കുകയാണ് RSSും BJPയുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ജനദ്രോഹ നടപടികൾക്ക് മോദി സർക്കാർ വർഗീയത മറയാക്കുകയാണ്. കൊല്ലം പ്രസ് ക്ലബ്ബ് മീറ്റിൽ സംഘടിപ്പിച്ച മെയ്ത പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.